ഹലോ അപ്പോൾ നമ്മളിങ്ങോട്ടാ പോകണമെന്ന് അറിയാം. നമ്മൾ താന്നൂരിക്കാണ് പോകണമെന്ന് അറിയെങ്കിൽ എന്തിനാ പോകണമെന്ന് എനിക്കറിയില്ല കേട്ടോ. താന്നൂർ പോയിട്ട് വരാറിഞ്ഞപ്പോൾ ബാഗ് കയറിയതാണ്. നമ്മൾ ഇച്ചാപ്പുണ്ട്. നമ്മൾ എത്തിയത് ചോയ്സിക്ക് കേട്ടോ. നമ്മൾ സ്പോർട്സിൻ്റെയും മട്ടൺസിൻ്റെയും ടോയ്സിൻ്റെ ഒക്കെ ഒരു കടയാണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ കുട്ടന് എന്തെങ്കിലും സ്പോർട്സിന് പരമായ എന്തെങ്കിലും ആവശ്യം വന്നാൽ കുട്ട ഇങ്ങോട്ടാണ് വരാറ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ അറിഞ്ഞത് കുട്ടനെ ഒരു ഷൂ നോക്കാൻ വന്നതാണെന്ന്. അപ്പോൾ നമ്മൾ കുട്ടിയുടെ ഷൂ നോക്കിക്കൊണ്ടിരിക്കേണ്ട അതിൻ്റെ ഇടയിൽ കൂടെ എന്നോട് പറഞ്ഞൊരു ടീഷർട്ട് നോക്കിക്കോന്ന്. അപ്പം ഞാനത് നോക്കണ്ട വിചാരിച്ചിരുന്നു. പിന്നെ ഏതായാലും പറഞ്ഞില്ലേ വെച്ചിട്ട് ഞാൻ നോക്കാൻ വിചാരിച്ച് അങ്ങനെ ഞാൻ ടീഷർട്ടൊക്കെ നോക്കാൻ വേണ്ടി പോയി. പക്ഷെ എനിക്ക് അവിടെ ഒരുപാട് കളക്ഷൻസ് ഉള്ളതുകൊണ്ട് ഏതെടുക്കാന്നൊക്കെ അറിയില്ല കേട്ടോ. അതിങ്ങനെ കിടക്കണ കണ്ടോണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്കൊന്നും എടുക്കാൻ തോന്നിയില്ല. അപ്പം ഞാനത് നേരെ അവിടെ വിട്ട് ഞാൻ നേരെ മിററിൻ്റെ മുന്നിലേക്ക് പോയിട്ട് അവിടെ കിടന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. അപ്പം നമ്മൾ ഇച്ചാപ്പുത അവിടെ സ്വന്തം വീട് പോലെ ഓരോന്ന് കാട്ടി കൂട്ടുന്നുണ്ട് കേട്ടോ. എന്തോ ഭാഗ്യം കൊണ്ട് അവരേക്കൊന്നും നമുക്ക് ചീത്ത കേട്ടിട്ടില്ല. ഇതൊക്കെ കണ്ടില്ല, അവർ നേരം പോലെ വെച്ചൊക്കെ ഇച്ചാപ്പുറത്ത് താളം മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അവിടെ കിടക്കണ ടീഷർട്ട് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. അപ്പം എൻ്റെ സൈസിനുള്ള ഞാൻ തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ടീഷർട്ട് എടുത്തിട്ടാ. കുട്ടത് അവിടെ ഷോർട്സ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ കുട്ടന് ഷൂ കിട്ടിയിട്ടില്ല. അപ്പോൾ വേറെ കടയിൽ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടന് ഷോർട്സ് എടുത്തിട്ടാണ്. നമ്മൾ ഇച്ചാപ്പുന് ഒരു റൊണാൾഡോൻ്റെ ജേഴ്സി ഒരു ട്രൗസർ എടുത്തു. അങ്ങനെ ഞങ്ങൾ നേരെ ബില്ലാക്കാൻ പോയി. ഇതാ ഇതിൻ്റെ ടീഷർട്ടാണ്. അതിൻ്റെ ഇടയിൽ ഒരു പാൻറ് എടുത്തിട്ടുണ്ട്. കുട്ടനാണ് ആവശ്യത്തിന് വന്നാണെങ്കിലും എനിക്കാണ് ഗോൾ അടിച്ചിട്ടില്ല. അപ്പോൾ കുറേ കാറാണ് കണ്ടപ്പോൾ നമ്മൾ ഇച്ചാപ്പൂന് അത് വേണമെന്നായി. അപ്പം ഞാൻ നേരെ പുറത്തിറങ്ങി. കുട്ടനത് അവിടെ ബില്ലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുട്ട തിരിച്ചു വിളിച്ച് ഇച്ചാപ്പൂന് ഒരു കാറ് മേടിച്ചു കൊടുത്തിട്ടാ. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. കുട്ടൻ ചോദിച്ചു എന്താ കഴിക്കാൻ വേണ്ട ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബിരിയാണി മതി എന്ന് പറഞ്ഞിട്ടാ. അപ്പം നേരെ നമ്മൾ അപ്പാടെ പോവാൻ വിചാരിച്ചു. അപ്പാടനെ കുറിച്ച് ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഫേമസ് കടയാണ്, എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പം ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. ബിരിയാണി പറഞ്ഞാൽ ഓടിപ്പാഞ്ഞ് ഇങ്ങോട്ട് തന്നെ ഏട്ടാ വരിക. കുട്ടനും കുട്ടി ഇതാ അവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ കൂടെ കുട്ട ബാത്റൂമിൽ പോയപ്പോൾ കലബിലാണ് കേട്ടോണ്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് നല്ല സൗണ്ട് ഇട്ട് അവിടെ ഭയങ്കര എക്കോയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത് ബിരിയാണി റൈസും തവയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. തവയ്ക്ക് ഒരുപാട് ഇഷ്ടമായി. തവ കുട്ടനാണ് ഓർഡർ ചെയ്തെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണമെങ്കിൽ ഒരു രക്ഷയില്ലാത്ത സാധനം ഇട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിറങ്ങി. നേരെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ബില്ലടിക്കണതൊന്നും. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക്